സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് മുമ്പായിട്ട് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള മോഷനുകളെ ട്രാൻസ്ലേറ്ററി മോഷൻ ദാറ്റ് ഈസ് ലീനിയർ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ദാറ്റ് ഈസ് യൂണിഫോം സർക്കുലർ മോഷൻ, സർക്കുലർ പാത്തുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മോഷൻ ഉണ്ട്. ഇവിടെ നമുക്കറിയാം ട്രാൻസ്ലേറ്ററി മോഷനിൽ ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ദി ഇനബിലിറ്റി ഓഫ് എ ബോഡി to change by itself from the state of rest or of uniform motion along a straight line. ഒരു ബോഡിക്ക് റെസ്റ്റിൽ നിന്നോ യൂണിഫോം മോഷൻ സ്ട്രൈറ്റ് ലൈനിലുള്ള യൂണിഫോം മോഷൻ എന്നോ സ്വയം മാറുവാനുള്ള കഴിവില്ല. ഈ കഴിവില്ലായ്മയെ പറയാ ഇനേർഷ്യ എന്നാ പറയാ. ഇനേർഷ്യ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടും, അതിന് സ്വയം മാറുവാനുള്ള കഴിവില്ലായ്മ കൂടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയത്ത് റൊട്ടേഷണൽ മോഷനിലും ഇതേപോലെ ഒരു ടേം ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ്. ദി ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ് ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് യൂണിഫോം റൊട്ടേഷണൽ മോഷൻ ഓർ ഓഫ് റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന് സ്വയം റൊട്ടേഷനിലേക്കോ, യൂണിഫോം റൊട്ടേഷണൽ ആണെങ്കിൽ ആ റൊട്ടേഷണൽ മോഷനിൽ നിന്ന് അതിന് റെസ്റ്റിലേക്കോ സ്വയം വരുവാനുള്ള കഴിവില്ല, ഇനബിലിറ്റി. ആ ഇനബിലിറ്റിന്റെ നമ്മൾ പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇവിടെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയണേ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ദാറ്റ് ഈസ് ടോർക്ക്, മൊമെന്റ് ഓഫ് മൊമെന്റം ദാറ്റ് ഈസ് ആംഗുലർ മൊമെന്റം. ഇവിടെ അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. കാരണം ആ മൊമെന്റ് ഓരോ മൊമെന്റിലും നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്ന് പറയണം എന്നുള്ളതുകൊണ്ട് ഇനി ഈ മൊമെന്റ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ റൊട്ടേഷൻ മോഷനിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വെലോസിറ്റി ആണെങ്കിലും ആക്സലറേഷൻ ആണെങ്കിലും അത് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് ആ ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ ഓരോ സെക്കൻഡിൽ അല്ലെങ്കിൽ ഓരോ മൊമെന്റിലും അതിന്റെ ഈ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഉപയോഗിക്കുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതുകൊണ്ട് ഈ മൊമെന്റ് എന്ന് പറയുന്ന ഒരു പേര് അവിടെ വരാനായിട്ട് കാരണം. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇനബിലിറ്റി എന്ന് പറഞ്ഞു. ദി ഇനബിലിറ്റി അല്ലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തത്? ദി ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് by itself from state of rest to rotational motion. ഞാൻ തൽക്കാലം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് എഴുതുള്ളൂ. or from state of uniform circular motion. യൂണിഫോം സർക്കുലർ മോഷൻ റെസ്റ്റിലേക്കോ, റെസ്റ്റിൽ നിന്ന് യൂണിഫോം സർക്കുലർ മോഷനിലേക്കോ ഒരു ബോഡിക്ക് സ്വയം മാറുവാനുള്ള കഴിവില്ലായ്മയെ പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ വി ക്യാൻ എക്സ്പ്രസ് ദിസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. I is equal to mr² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അത് മനസ്സിലാക്കണത് വെച്ചാൽ ഒരു ബോഡിക്ക് ഇങ്ങനെ പുറമേ ഉള്ള ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഒരു ആക്സിസിൽ നിന്നിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്യാം. ഇപ്പൊ രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ നടക്കും. റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് ആക്സിസ് ഉള്ളിൽ കൂടെ കടന്നു പോകും അല്ലെങ്കിൽ പുറത്തു കൂടെ കടന്നു പോകും. ഉള്ളിൽ കൂടെ കടന്നു പോയാലും പുറത്തു കൂടെ കടന്നു പോയാലും ഇതിപ്പോ ഒരു ആക്സിസ് എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ബോഡി ഇവിടെ ഉണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യണത് ഒരു സർക്കുലർ പാത്ത് വിത്ത് റേഡിയസ് r. നമ്മുടെ ബോഡിയുടെ മാസ് m ആണെങ്കിൽ ജസ്റ്റ് mr² എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ. I is equal to mr². ഈ mr² മനസ്സിലാക്കേണ്ടത് ഡയമെൻഷനലി മാസിന്റെയും സ്ക്വയർ ഓഫ് ലെങ്തിന്റെയും ടേമിൽ നമുക്ക് എന്തിനെ എക്സ്പ്രസ് ചെയ്യാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് മാത്രം മനസ്സിലാക്കേണ്ട. കാരണം പല ബോഡികൾ റെഗുലർ ഷേപ്പിലുള്ള ബോഡികളാണെങ്കിലും ഇറഗുലർ ഷേപ്പിലുള്ള ബോഡികളാണെങ്കിലും അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷൻസ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇങ്ങനെയുള്ള ഒരു മാസ് അതിന്റെ എക്സ്റ്റേണലി പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr² ആണ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് റെഗുലർ ഷേപ്പിലുള്ള ഉദാഹരണമായിട്ട് ഡിസ്ക് എന്ന് പറയുന്ന സ്ലൈസ് ഓഫ് സിലിണ്ടറിനെ ഇങ്ങനെ ചെറുതായിട്ട് സോളിഡ് സിലിണ്ടറിന്റെ ഒരു ചെറിയ സ്ലൈസ് എടുത്ത് അതിന്റെ ഡിസ്ക് ആയിട്ട് എടുക്കാം. ഇതേപോലെ തന്നെ സിലിണ്ടർ, ഹോളോ സിലിണ്ടർ ആണെങ്കിലും അതുപോലെ തന്നെ സോളിഡ് സിലിണ്ടർ ആണെങ്കിലും ഇങ്ങനെയുള്ള സിലിണ്ടറുകളുടെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു തിയറി ഉണ്ട്. അതിനെ നമ്മൾ പറയാം
പാരലൽ ആക്സിസ് തിയറം എന്നാ പറയാം. നമുക്ക് രണ്ട് തിയറം ഉണ്ട്, പാരലൽ ആക്സിസ് തിയറം ഉണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉണ്ട്. അവിടെ എന്താണ് പാരലൽ ആക്സിസ് തിയറം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഓൾറെഡി നമ്മൾ എന്താണ് സെന്റർ ഓഫ് മാസ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെന്റർ ഓഫ് മാസിനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ദി ഇമാജിനറി പോയിന്റ് വേർ മാസ് ഓഫ് ദാറ്റ് ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഒരു ബോഡിയുടെ എല്ലാ മാസവും ഒരു പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ പോയിന്റ് നമ്മൾ പറയാം സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്താന്ന് നോക്കാൻ പോവാം. പാരലൽ ആക്സസ് തിയറം. എന്താണ് പാരലൽ ആക്സിസ് തിയറം നോക്കാം. ഇവിടെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. തിയറം states that the moment of inertia of a rotating body about any axis is equal to the sum of the moment of inertia about a parallel axis passing through the center of mass and product of the mass of the body and square of the distance between the parallel axes. ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്. ഏതെങ്കിലും ഒരു ബോഡി കൺസിഡർ ചെയ്താൽ ആ ബോഡിയുടെ ഏതെങ്കിലും ഒരു ആക്സിസുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, വി കൻ കൺസിഡർ ആൻ ആക്സിസ് ഹിയർ. ഇവിടെ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ഈ ആക്സിസുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് ഐ എന്ന് എടുക്കാമെങ്കിൽ, ഈ ആക്സിസുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ എ എടുക്കാമെങ്കിൽ നമ്മൾ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ പോയിന്റ് അസ്യൂം ചെയ്യാം. ദിസ് ഈസ് സെന്റർ ഓഫ് മാസ്. ഇതിനെ നമ്മൾ സെന്റർ ഓഫ് മാസ് എന്നാ പറയാമെങ്കിൽ ഈ ആക്സിസിന് നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസിന് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസ് കൂടെ കടന്നു പോകുന്ന ആക്സിസുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എങ്ങനെ? സെന്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്താൽ പോരാ, സെന്റർ ഓഫ് മാസ് കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ആക്സിസ് പോരാ, ദി ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു അവർ ആക്സിസ്. നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ആക്സിസുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ, ഇതിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് ICM എന്ന് വിളിക്കാമെങ്കിൽ I is equal to ICM, sum of moment of inertia about a center of mass, parallel axis which is passing through the center of mass. ആ അതിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് സം. അപ്പൊ അത് പറഞ്ഞു പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദ ബോഡി. ഈ ബോഡിയുടെ മാസ് ക്യാപിറ്റൽ M ആണ്, ഈ ബോഡിയുടെ മാസ് M ആണെങ്കിൽ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് X ആണ് എടുക്കുക. ഈ പാരലൽ ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് X ആണ് എടുക്കുകയാണെങ്കിൽ X². That is moment of inertia about any axis. Moment of inertia of a rotating body about any axis is equal to sum of the moment of inertia of the rotating body about a parallel axis passing through the center of mass. Center of mass കൂടെ കടന്നു പോകുന്ന parallel axis moment of inertia sum അല്ലേ, and the product of the mass of the body and square of the distance between the parallel axis. ഇതിനെ നമ്മൾ പറയുന്നത് parallel axis theorem എന്നാ പറയാ. ക്ലിയർ അല്ലേ? ഇക്വേഷൻ ഇമ്പോർട്ടന്റ്. ഏത് ആക്സിസ് കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടത് ആ ആക്സിസിന് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസ് കൂടെ കടന്നു പോകുന്ന ആക്സിസുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദ ബോഡി ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ആക്സിസ്. സിമ്പിൾ ആണ്. ഇതിന് നമ്മൾ പറയാം പാരലൽ ആക്സിസ് തിയറം എന്ന് പറയാം. ഇതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താ നോക്കാം. The theorem states that the moment of inertia of a rotating plane lamina about an axis perpendicular to its plane is equal to the sum of the moment of inertia
about two mutually perpendicular axes. ഇങ്ങനെ തന്നെ എഴുതണം, mutually perpendicular axes. Moment of inertia about two mutually perpendicular axes intersecting at the point where the perpendicular axis passing through the lamina. Oh my god, lamina. This is the definition. പ്ലെയിൻ ലാമിന എന്ന് പറഞ്ഞാൽ പരന്ന ഒരു ബോഡി. ആ പരന്ന ബോഡി ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പരന്ന ബോഡി നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ പരന്ന ഒരു ബോഡി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ പരന്ന ബോഡി ഉണ്ടെങ്കിൽ, വി ക്യാൻ കൺസിഡർ എ പെർപെൻഡിക്കുലർ ആക്സിസ്. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാമെങ്കിൽ ആ ആക്സിസുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് 90 ഡിഗ്രിയിൽ ഈ ഒരു ആക്സിസ് ഉണ്ട്. എവിടെ? നമ്മുടെ ഈ ഒരു പാരലൽ ആക്സിസ് കടന്നു പോകുന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ പ്ലെയിനിൽ, ഇതിന്റെ ഈ പ്ലെയിൻ ലാമിന നമ്മൾ പരന്ന ബോഡിയുടെ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യകളുടെ സമ്മാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു ആക്സിസിനെ, ഇങ്ങനെ കടന്നു പോകുന്ന ആക്സിസിനെ IY ഇതിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ IY എന്ന് എടുക്കാമെങ്കിൽ ഇതിപ്പോ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ഇതിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ IX-ഉം അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ആക്സിസ് ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ IZ എന്ന് എടുക്കാമെങ്കിൽ IY is equal to IX plus IZ എന്ന് എഴുതാം. അപ്പൊ എന്താ പറഞ്ഞ the theorem says that the moment of inertia of a rotating plane lamina about an axis perpendicular to its plane. ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ലാമിന നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഇതൊരു പ്ലെയിൻ ലാമിന ആണെങ്കിൽ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ലാമിന ആണെങ്കിൽ, പ്ലെയിൻ ബോഡി ആണെങ്കിൽ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ ഒരു ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ഈ ബോഡിയിൽ തന്നെ കിടക്കുന്ന രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ഇങ്ങനെ വരച്ചോ. ഞാൻ തൽക്കാലം ഇങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതെ, ഈ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇങ്ങനെ ഉള്ള ഒരു ആക്സിസിലും ഇങ്ങനെയുള്ള ഒരു ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യകളുടെ സമ്മായിരിക്കും അത് രണ്ടും കൂട്ടിമുട്ടുമ്പോഴുള്ള ഈ പ്ലെയിൻ ലാമിനെ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഇങ്ങനെയുള്ള ആക്സിസ് ഉള്ള റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇപ്പൊ രണ്ട് തിയറങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് വേണം പല റെഗുലർ ബോഡികളുടെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഡിറൈവ് ചെയ്യാൻ. അതും വളരെ ഇമ്പോർട്ടന്റ്. എൻട്രൻസിനാണെങ്കിലും ബോർഡ് എക്സാമിനാണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് പാരലൽ ആക്സിസ് തിയറം, പിന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വേറെ ഇഷ്ടംപോലെ മെത്തേഡുകൾ ഉണ്ട് മനസ്സിലാക്കി തരാനായിട്ട്. അപ്പൊ ആ മെത്തേഡുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിന്റെ അപ്ലിക്കേഷൻസ് ധാരാളം എൻട്രൻസിൽ വരുന്നുണ്ട്. സോ ടേക്ക് കെയർ. താങ്ക് യു.